കൊയിലാണ്ടിയിൽ CPM നേതാവ് കുത്തേറ്റു മരിച്ചിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ സമയം പുറത്തു വരുന്നത്. മുത്താമ്പി ചെറിയപുറം ക്ഷേത്രത്തിന് പിറകിലാണ് ഇദ്ദേഹത്തിന്റെ മരണമുണ്ടായത്, കൊല്ലപ്പെട്ടതെന്നുള്ളതാണ് വിവരം. കൊയിലാണ്ടി ലോക്കൽ CPMന്റെ കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറിയാണ് PV സത്യൻ. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, CPM നേതാവ് PV സത്യനാണ് കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. എന്താണ് അവിടെ ഉണ്ടായത്? അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPMന്റെ ലോക്കൽ സെക്രട്ടറിയാണ് PV സത്യനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടതായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവിടെ കൊയിലാണ്ടിയിലെ മുത്താമ്പി ചെറിയപുറം ക്ഷേത്രത്തിന് അടുത്ത് വെച്ചാണ് ഒരാൾ ആക്രമിച്ചത്. പിന്നെ മദ്യലഹരിയായിരുന്ന ആക്രമിച്ചത്. ഇവർ തമ്മിൽ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. എന്തായാലും രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും നിലനിൽക്കുന്ന സാഹചര്യമല്ല, അത്തരം സന്ദർഭങ്ങളൊന്നും ഇല്ല എന്ന കാര്യം CPM നേതാക്കളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കൊലപാതകം നമുക്ക് പറയാൻ കഴിയില്ല. അതേസമയം വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് പിന്നിലെന്ന് സൂചനയുണ്ട്. പാർട്ടി നേതാക്കളും എല്ലാം ഇപ്പോൾ അവിടെ എത്തിച്ചേരുന്നതേ ഉള്ളൂ. പോലീസും പ്രാഥമികമായി ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഉള്ളത്. അവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഇനി സ്വാഭാവികമായും പോലീസും അതോടൊപ്പം പാർട്ടി നേതാക്കൾ എത്തിയ ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക. ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികളിലേക്ക് മുന്നോട്ട് പോകും. ഈ കുത്തിയ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അയാളെ പിടികൂടാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. മദ്യലഹരിയായിരുന്നു ഈ ആക്രമിച്ചയാളെന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും സൂചനകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും നിലനിൽക്കാത്തൊരു പ്രദേശം എന്ന നിലയിൽ അത്തരമൊരു സാധ്യതകൾ പോലീസും തള്ളിക്കളയാണ്. പാർട്ടി നേതൃത്വം അത് അങ്ങനെ ആരോപിക്കുന്നതുമില്ല. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. CPMന്റെ ലോക്കൽ സെക്രട്ടറിയായ PV സത്യനാണ് ഇപ്പോൾ കുത്തേറ്റ് മരണപ്പെട്ടിരിക്കുന്നത്. സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ മൃതദേഹമുണ്ട്. പാർട്ടി നേതാക്കൾ കൂടി എത്തിക്കഴിഞ്ഞ ശേഷം മറ്റു കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി മറ്റു നടപടികളിലേക്ക് മുന്നോട്ട് പോകാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. ലോക്കൽ സെക്രട്ടറിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് അസ്ലം പറയുന്നത്. വ്യക്തിപരമായ വൈരാഗ്യമാകാം ഈ കൊലപാതകത്തിന് കാരണം എന്ന് മനസ്സിലാക്കുകയാണ് അസ്ലം. ഈ PV സത്യൻ കൊയിലാണ്ടിയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെയായി കാര്യമായി ജനസ്വാധീനമുള്ള CPMന്റെ ഒരു നേതാവാണോ? സ്വാഭാവികമായും ആ പ്രദേശത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു CPM നേതാവ് തന്നെയാണ് PV സത്യനാഥൻ എന്ന നമുക്ക് പേര്. അദ്ദേഹത്തിന് 62 വയസ്സാണ്. രാത്രി 10 മണിക്കാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന ഒരു വിവരം. അവിടെ പെരുവട്ടൂരിലെ ചെറിയപുറം ക്ഷേത്രത്തിൽ, നേരത്തെ പറഞ്ഞ മുത്താണ്ടിക്ക് സമീപമുള്ള പെരുവട്ടൂരിലെ ചെറിയപുറം ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് പിന്നെ ഈ അപകടം നടക്കുന്നത്. ശരീരത്തിൽ 4ലധികം, അതായത് മഴുകൊണ്ടുള്ള വെട്ടേറ്റിട്ടുണ്ടെന്നാണ് പോലീസ് ആദ്യ പരിശോധനയിൽ ലഭിക്കുന്ന വിവരം. സംഭവം നടന്ന അരമണിക്കൂറിനകം തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പിന്നെ മറ്റു വിവരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആരാണെന്നതിനെ കുറിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ പിന്നെ മറ്റു ധാരണകൾ ലഭിച്ചിട്ടില്ല. എന്തായാലും ആ സൂചന ലഭിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് പോലീസ് ഉള്ളത്. കൊയിലാണ്ടി CI മെൽവിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലെത്തി പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. പിന്നെ രണ്ട് മക്കളുള്ള സലീൽനാഥും സെലീന എന്ന് പറയുന്ന 2 മക്കളുള്ള ഒരു ആളാണ് അദ്ദേഹം. അവിടെ പ്രദേശത്തിൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ്. CPMന്റെ ലോക്കൽ സെക്രട്ടറി എന്നാലും നമുക്കറിയാൻ പറ്റും. ആ പ്രദേശം ആകെ തന്നെ വലിയ സജീവ സാന്നിധ്യമുള്ള ഒരു വ്യക്തിയാണ്, സജീവ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതേസമയം അവിടെ രാഷ്ട്രീയപരമായ എന്തെങ്കിലും സ്ഥലത്ത് എത്തിയതായി മനസ്സിലാക്കുന്നു. ഈ പാർട്ടി നേതൃത്വമോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കളോ ഒന്നും ഇതിനകത്തൊരു രാഷ്ട്രീയ വൈരാഗ്യമുള്ളതായി പറയുന്നില്ല അല്ലേ? ഇല്ല. CPMന്റെ ജില്ലാ സെക്രട്ടറി P മോഹൻ മാസ്റ്ററുമായി നമ്മൾ പല സമയം സംസാരിച്ചു. അദ്ദേഹം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം വൈകാതെ അവിടെ എത്തുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വടകരയിൽ നിന്നാണ് തിരിച്ചത്. ആ സമയം എടുക്കുന്നു മാത്രം അദ്ദേഹം എത്തും. അതേസമയം അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യം, എന്തെങ്കിലും രാഷ്ട്രീയ സംഘർഷത്തിന്റെ സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അത്തരൊരു സംഘർഷമുള്ള പ്രദേശമല്ല കൊയിലാണ്ടി. മറ്റെന്താണെന്നുള്ളതിനെ കുറിച്ച് അവിടെ പോയതിനു ശേഷം മാത്രമേ പാർട്ടി സഖാക്കളിൽ നിന്ന് വിവരം ലഭിക്കൂ എന്നാണ് മോഹൻ മാസ്റ്റർ പറയുന്നത്.
നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോഴും എന്തെങ്കിലും രാഷ്ട്രീയ ചായ്വ് ഈ കൊലപാതകത്തിലുള്ളതായിട്ട് അറിയുന്നില്ല. അതേസമയം ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ ഈ ആക്രമിച്ച വ്യക്തിയുമായി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള സൂചനയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം വ്യക്തിയെ കുറിച്ചുള്ള ചില സൂചനകൾ പോലീസിന് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരിലും മറ്റുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൊയിലാണ്ടി സിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം പെട്ടെന്ന് ആരംഭിച്ചിട്ടുണ്ട്. 10 മണിക്കാണ് സംഭവം നടക്കുന്നത്. 4ലധികം മുറിവുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മഴ കൊണ്ടാണ് ആക്രമിച്ചതെന്നും പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അരമണിക്കൂറിനകം സംഭവം നടന്ന അരമണിക്കൂറിനകം തന്നെ പോലീസ് നാട്ടുകാരോട് തന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ, കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പോൾ മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. ഇനി എന്തായാലും പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരും. അതിന് മുന്നേ തന്നെ പാർട്ടി നേതാക്കളും മറ്റുമൊക്കെ നമുക്കറിയാം, പ്രദേശ ലോക്കൽ സെക്രട്ടറി എന്ന നിലയിൽ വലിയ ജനസമ്പർക്കമുള്ള അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്കിടയിലും പുറത്തും വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി കൂടി വന്ന ശേഷമായിരിക്കും ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് നടക്കുന്നത്. കൃത്യമായി ഏത് സമയത്താണെന്നുള്ളതിന്റെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? രാത്രി 10 മണിക്കാണ് സംഭവം നടക്കുന്നതെന്നാണ് പോലീസ് ലഭിക്കുന്നത്. പെരുവട്ടൂരിലെ ഇംതാമ്പിക്കടുത്ത പെരുവട്ടൂരിലെ ഒരു ക്ഷേത്രോത്സവം നടക്കുകയായിരുന്നു. അവിടെ ഗാനമേള ഒരു പക്ഷെ നടക്കുന്നുണ്ടായിരുന്നു. അതേസമയം അതിന്റെ സമീപത്ത് വെച്ചിട്ടാണ് അവിടെ ഉണ്ടായ വലിയൊരു സംഘർഷമോ തർക്കമോ അല്ല, പകരം ആ സംഭവം നടക്കുമ്പോൾ തന്നെ അതിന് സമീപത്തിൽ സ്ഥലത്ത് വെച്ചാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇദ്ദേഹം കൊല്ലപ്പെട്ടതോ? പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നോ? അരമണിക്കൂർ, അതായത് 4ലധികം കുത്തുകൾ മഴ കൊണ്ട് ഏറ്റിട്ടുണ്ട്, ആക്രമണം ഏറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ അത് ഒരു അരമണിക്കൂറിനകം തന്നെ ആ ഒരു സംഭവം നടക്കുന്ന അരമണിക്കൂറിനകം തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് അവിടെ ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം അദ്ദേഹം എത്തിച്ചെങ്കിലും പക്ഷേ ആ സമയത്ത് മരണപ്പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആഴത്തിലുള്ള മുറിവുകളായിരിക്കണം എന്നാണ് കരുതുന്നത്. കാരണം 4 മുറിവ് കൊണ്ട് തന്നെ മരണത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ വലിയ ആക്രമിക്കാൻ പക്ഷേ കൊല ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ആക്രമണം നടത്തിയെന്ന് നമുക്ക് പറയേണ്ടി വരും. മൃതദേഹം ഇപ്പോൾ കൊയിലാണ്ടി ആശുപത്രിയിലുണ്ട്. രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. വ്യക്തിപരമായ തർക്കങ്ങളാണെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഏതായാലും പാർട്ടി നേതാക്കൾ കൂടി എത്തിയതിനു ശേഷമായിരിക്കും മറ്റു നടപടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. പോലീസ് എന്തായാലും അവിടെ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുകയും പ്രാഥമികമായ കൊയിലാണ്ടി CI മെൽവിൻ ജോസഫിനെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കുത്തിയ വ്യക്തിയെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ നാട്ടുകാരിൽ മറ്റുമൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അത് മുൻനിർത്തിക്കൊണ്ടുള്ള ചില അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാത്രി 10 മണിയോടുകൂടിയാണ് കൊയിലാണ്ടി ക്ഷേത്രോത്സവം നടക്കുന്നുണ്ട്. അതിന് സമീപത്ത് വെച്ച് ഒരു CPM ലോക്കൽ സെക്രട്ടറിക്ക് കുത്തേൽക്കുന്നത്. മഴ കൊണ്ടുള്ള 4-5 കുത്തുകൾ ഏറ്റിട്ടുണ്ടെന്നാണ് പോലീസ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വളരെ അടുത്ത് തന്നെയുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു നടപടികളിലേക്ക് എന്തൊക്കെ പോസ്റ്റ്മോർട്ടത്തിനുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കൊണ്ടുവരേണ്ടി വരിക. അതോടൊപ്പം തന്നെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം, ആരാണ് ഈ പ്രതി എന്നതിനെ കുറിച്ചുള്ള കണ്ടെത്താനുള്ള നടപടികളിലേക്ക് അന്വേഷണത്തിലേക്ക് പോലീസും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ പലരും പ്രാദേശിക തലത്തിലെ നേതാക്കളും ഏരിയ തലത്തിലെ നേതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ വൈകാതെ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേരും. മറ്റു എന്തെങ്കിലും സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അതിനെ കുറിച്ച് പാർട്ടി തലത്തിലുള്ള നേതാക്കളുമായി സംസാരിച്ച ശേഷമായിരിക്കും അവർക്കും അതിലൊരു വ്യക്തത വരിക. നിലവിലെ സാഹചര്യം അനുസരിച്ച് രാഷ്ട്രീയപരമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നില്ല, സംഘർഷ സാധ്യതകളും നിലനിൽക്കുന്നില്ല, വൈരത്തിന്റെയും മറ്റൊന്നും സാധ്യതയില്ല. വ്യക്തിപരമായ പ്രശ്നങ്ങളിലായിരിക്കും പക്ഷേ ഇതിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത്. വലിയ നടുക്കവും ഞെട്ടലും ഉളവാക്കുന്ന ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് കൊയിലാണ്ടിയിൽ ഉണ്ടായത്. CPM കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറി VP സത്യനാണ് കൊല്ലപ്പെട്ടത്. കൊയിലാണ്ടി മുത്താമ്പി ചെറിയപുരം ക്ഷേത്രത്തിന് സമീപം അവിടെ ക്ഷേത്രോത്സവം നടക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ക്ഷേത്രോത്സവം നടക്കുന്നതിനിടെ ക്ഷേത്രത്തിൻ്റെ പിറകിൽ വെച്ചാണ് അദ്ദേഹത്തെ PV സത്യനെ മഴ ഉപയോഗിച്ച് ഒരാൾ വെട്ടിയത്. എന്നാൽ ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തിന് പുറത്താണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല, സൂചനകളില്ല. പകരം വ്യക്തി വൈരാഗ്യത്തെ തുടർന്നാകാം കൊലപാതകം എന്നുള്ളതാണ് സൂചന.
പ്രതിയെക്കുറിച്ച് ഈ കൃത്യം നടത്തിയതിനു ശേഷം രക്ഷപ്പെട്ട പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചനകൾ ലഭിച്ചതായുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഈ സമയം ആശുപത്രിയിലാണ് PV സത്യൻ്റെ മൃതദേഹം ഉള്ളത്. നേതാക്കൾ അങ്ങോട്ടേക്ക് തിരിക്കുന്നുണ്ട്. ഇന്ന് അല്പസമയം കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മുഹമ്മദ് അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്.